പറ്റി ബോബി? ചെക്കനങ്ങനെ പണി പറ്റിക്കുന്നതല്ലോ. ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാം. നിങ്ങളൊന്ന് കൈവച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടായേനെ. ഞങ്ങൾ ഇറങ്ങി തള്ളണോ? തള്ളാൻ പിടിക്കാണല്ലോ അല്ലേ? ചെല്ല് തള്ളി നോക്ക്. ഞാൻ കയറി ഇരിക്കാം. ഞാനും കൂടെ ഇറങ്ങണോ? വേണ്ടടി, നീ അവിടെ തന്നെ ഇരുന്നാൽ മതി. ഇതൊക്കെ ചോദിച്ചിട്ട് വേണമല്ലോ ചെയ്യാൻ. തമ്പുരാട്ടിയല്ലേ? അതെ, ഒന്ന് പെട്ടെന്ന് ആവട്ടെ കേട്ടോ. തള്ളു തള്ളു. തള്ളു. അഞ്ചു കേറ്. എന്റെ കാലിൽ എന്തോ അതട്ടടിച്ചാവും. അയ്യോ ഇത് വല്ലാത്തൊരു ചൈത്തായി പോയിട്ടോ. ഞങ്ങളുടെ പകുതി ജീവൻ പോയി. ഇവരിതെവിടെ പോയി? ബോബി, രണ്ടുപേരും കാണാനില്ലല്ലോ. ബോബി, ബോബി, ബോബി. എന്താ ബോബി, എന്താ പറ്റിയ? അഞ്ചു അവിടെ. എന്താ പറ്റിയെന്ന് പറ ബോബി. എന്താ ഉണ്ടായേ? അതെ, ഈ അഞ്ജുനും നിനക്ക് കുഴപ്പമുണ്ടോ? അതല്ലേ നിങ്ങളോട് ഇത്രയും നേരം ഞങ്ങൾ പറഞ്ഞേ. അവളൊരു സൈക്കോ ആണ്. എന്തും ചെയ്യാൻ മടിക്കാത്തവളാ. ബോബി, ബോബിക്ക് എന്തെങ്കിലും പറ്റിയോ? പറ ബോബി. എടോ, നിങ്ങളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് വണ്ടി മുന്നോട്ട് എടുക്കാൻ പറഞ്ഞവള്. വണ്ടി ഫ്രണ്ടിട്ട് എടുത്തതിന് ശേഷം പിന്നെ നിർത്താനും സമ്മതിച്ചില്ല. പിന്നെ ഒരു പ്രാന്തിയെ പോലെ എൻ്റെ കഴുത്തിൽ പിടിച്ചിട്ട് എന്നെ തള്ളി പുറത്തേക്ക് ഇട്ട്. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവള് ഇറങ്ങി ഇങ്ങോട്ട് പോയി. ഞങ്ങൾ പറഞ്ഞില്ലേ അവള് മനുഷ്യജന്മല്ല, വേറെ എന്തോ ആണ്. അതെ, ഒരു കാര്യം ചെയ്യാം. ഇവിടെ നിൽക്കുന്ന അപകടമാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാം. അതായിരിക്കും നല്ലത്. അവളെ ഇവിടെ വിട്ടിട്ടോ. അവക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? വേണ്ട ബോബി. ഈ കാട്ടിൽ വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി. ആദ്യം നിങ്ങളെ ഞാൻ സുരക്ഷിതമായിട്ട് ക്യാമ്പിലെത്തിക്കട്ടെ. അതിനുശേഷം ഞാൻ വന്ന് അഞ്ജുനെ അന്വേഷിച്ചോളാം. അതുപോലെ ലൈല പറഞ്ഞതിൽ കാര്യമുണ്ട് ബോബി. തിരിച്ചു വരുമ്പോഴത്തേക്കും ആൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞങ്ങളെ ഉത്തരം പറയണ്ടേ? അതൊക്കെ വലിയ പ്രശ്നമാവും ബോബി. നമുക്കൊന്ന് പോയി നോക്കിയാലോ? ഞാൻ റെഡിയാണ്. ആ ലൈറ്റ് ഒന്ന് എടുക്കട്ടെ. മനുഷ്യരും വിളിച്ച റേഞ്ചും കിട്ടൂല. വാ സൂക്ഷിച്ചേ. അഞ്ജു, 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 ഇവളിത് എവിടെ പോയി കിടക്കോ? വെറുതെ കിടത്താനായിട്ട്. സൂക്ഷിച്ച വേറുണ്ട് അവിടെ. അഞ്ജു, 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 അഞ്ജു. അഞ്ജു, അഞ്ജു, മുമ്പോട്ട് കിടന്നേ.
വാ കേറ്. അടിച്ചാവും. വണ്ടി നിർത്ത്. അവര് കയറിയിട്ടില്ല. വണ്ടി നിർത്ത്. കുറച്ചുകൂടെ നീക്കി നിർത്താം. ഇതൊക്കെ ഒരു രസമല്ലേ? ഓഹോ, അപ്പോ അവരൊഴിവാക്കിയിട്ട് എന്നൊറ്റയ്ക്ക് തീർക്കാനുള്ള പരിപാടിയാണല്ലേ മിസ്റ്റർ ബോബൻ സാമുവൽ? അപ്പൊ എല്ലാം കണ്ടുപിടിച്ചു വന്നല്ല. സൂപ്പർ. പക്ഷേ സാമിൽ നിന്ന് ബോബൻ സാമുവലിലേക്ക് എത്തിയപ്പോഴേക്കും അല്പം വൈകിപ്പോയല്ലോ. സൂക്ഷിച്ചേ, നോക്കി നടക്കണം. ഞാനത് ക്യാമ്പിൽ ചാർജിലിട്ടിരിക്കാം. ബോബി അവിടെ പോയി. ബോബി, അയ്യോ ബോബി. അവള് ബോബി എന്തെങ്കിലും ചെയ്തു കാണോ? അറിയില്ല. വാ നോക്കാം. എടി എനിക്ക് വയ്യടി. നമുക്ക് പതിയെ നടക്കാം. എനിക്ക് നിറയെ ആനയുടെ സ്ഥലമാണെന്ന് കേട്ടെ. ബോബി!
പോട്ടെ, സാരില്ല, വാ. ഇത് ബോബിയുടെയാണല്ലോ. ബോബി! ബോബി! വാ, നമുക്ക് ജീപ്പിനടുത്തെത്താൻ വല്ല വഴിയുണ്ടോ നോക്കാം. അപ്പൊ ബോബിയോ? നീ വാ, പോയി നോക്കാം. നമ്മളിനി എങ്ങനെ ഇവിടെ നിന്ന് പുറത്ത് കിടക്കുന്നേ? നീ നടക്ക്, പോയി നോക്കാം. ഇത് നമ്മൾ വഴിയിൽ ഇത് തന്നെ. നിമ്മി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. കഴുത്തിരിച്ച് കൊല്ലാനും ഒളിച്ചിരുന്ന് ആക്രമിക്കാനും മാത്രം നിന്നെക്കൊണ്ട് പറ്റൂ. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും ഞാനല്ല ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യുന്നത് അവൻ ഒറ്റൊരുത്തനാണ്, ആ ബോബി. നിമ്മി, അവളെ വിടരുത്. നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പൊ ഉറപ്പായി ഇവള് തന്നെയാ നമ്മളെ കൊല്ലാൻ നോക്കിയത്. കൊല്ലവളെ, എടി കൊല്ലാൻ. വേണ്ട നിമ്മി. ബോബി, അവൾ അവിടെ കിടന്ന് ചാവട്ടെ. ബോബി, നിനക്കെന്താ പറ്റി? അവൾ നിന്നെന്താ ചെയ്തേ? എനിക്കറിയില്ല, തലക്കടി കിട്ടിയ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. സൂക്ഷിച്ച്, നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ ഡേഞ്ചറാവള്. അതുകൊണ്ടാണ് പറഞ്ഞ ഞാൻ എത്ര പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ. അത് പിന്നെ ബോബി, കഥ പറഞ്ഞ് നിൽക്കാനൊന്നും നേരമില്ല. വാ, പെട്ടെന്ന് പോകാം.